പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഒരു സമയത്തുള്ള ഒരു ലഘുലേഖ കണ്ടിരുന്നു. ഇപ്പോഴല്ല, കുറേ വർഷം മുന്നെയാണ് മതപരിവർത്തനം. അപ്പോൾ അത് കൃത്യമായിട്ട് മുസ്ലിം സംഘടനകൾ ചെയ്യുന്നില്ല, അത് ചെയ്യണം എന്നുള്ളത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഒരു നയമാണ്. ആ ചെയ്ത കണക്കുൾപ്പെടെ ഒരു ലഘുലേഖ ആ സമയത്ത് കണ്ടിരുന്നു. അപ്പോൾ അങ്ങനെ ഇത് ചെയ്യുന്നു എന്നുള്ളത് സത്യമാണ്, ചെയ്യുന്നു എന്നുള്ളത് സത്യമാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ചെയ്തു എന്ന് പുറത്ത് പറയാൻ പറ്റുമോ വൈദ്യുതി? അതാണ് പ്രശ്നം. നമ്മുടെ ആരുടെയെങ്കിലും മകളാണ് അല്ലെങ്കിൽ സഹോദരി ആരെങ്കിലും ഇതുപോലത്തെ കുടുക്കിൽ ചെന്ന് പെട്ടാൽ ഈ വാർത്ത പുറത്ത് വരാതിരിക്കാനല്ലേ നമ്മൾ ശ്രമിക്കുകയുള്ളൂ. ഇത് അവിഹിത ഗർഭം പോലെയാണ്. അവിഹിത ഗർഭത്തിൻ്റെ ഉത്തരവാദി ആരാണെന്ന് ആ പെണ്ണിനെ കൊണ്ട് പറയിക്കുക, ആ പെണ്ണിനെ ടി വി സ്റ്റുഡിയോയിൽ കൊണ്ടുവരിക. വാട്ട് ഈസ് ദിസ്? ഇത്ര സ്ത്രീവിരുദ്ധമായിട്ടാണ് മലയാള മാധ്യമങ്ങൾ ചിന്തിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കുടുംബത്തിലെ ഒരു ഡൈനമിക്സ് മനസ്സിലാവുന്നില്ല, അഥവാ മനസ്സിലായില്ല എന്ന് നടിക്കുന്നു. കോമ്പറ്റീറ്റീവ് ജേർണലിസം നടത്തുന്നു. ഹേമ കമ്മിറ്റി വന്നപ്പോൾ അങ്ങനെയല്ലേ സംഭവിച്ചത്? നാട്ടിലെ മാന്യന്മാരെ പറ്റി എല്ലാം അപഖ്യാതി പറയുന്ന കുറേ പെണ്ണുങ്ങളെ കൊണ്ടുവന്നിരുത്തിയിട്ട് എന്നെ അങ്ങനെ ചെയ്തു, ഇയാൾ ചെയ്തു, അയാൾ, ഈ എത്ര പേരാണ്? അവരൊക്കെ ചീത്തപ്പേരിൽ പെട്ടു. ഒടുവിലെന്താ? എത്ര പേര് ആക്ച്വലി കുടുങ്ങി? നിങ്ങൾ വലിയൊരു വല വീശി കഴിഞ്ഞ് അതിനകത്ത് കുടുങ്ങിയവർ നിരപരാധിയാണോ അപരാധിയാണോ, ഇതൊക്കെ കൺസെൻറ്റോടെ ചെയ്തതാണോ, പലതും കേട്ട് കഴിഞ്ഞാൽ കൺസെൻറ്റോടെയാണെന്ന് നമുക്ക് തന്നെ മനസ്സിലാവും. ഇതൊക്കെയാണ് ഇതിൻ്റെ ദുരിതം. ഇവർ വാസ്തവത്തിൽ ഫാമിലി ഡൈനമിക്സ് മനസ്സിലാക്കി ഈ കാര്യത്തിൽ ഗൗരവമായ ഒരു ചർച്ചയ്ക്ക് തയ്യാറാണെങ്കിൽ ഒരുപക്ഷെ ഈ ഡീറ്റെയിൽസ് കൊടുക്കാൻ മറ്റേ കക്ഷിയും തയ്യാറാകും. നിങ്ങൾ നിഷ്പക്ഷരാണ് എന്ന് ബോധ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് തരാൻ ആരും മടിക്കില്ല. ബട്ട് നിങ്ങൾക്കൊരു പക്ഷമുണ്ട്, നിങ്ങൾ ആരെയോ വെളുപ്പിക്കാനായിട്ടാണ് ഈ ചർച്ചകൾ നടത്തുന്നതും ഈ ബഹളം വയ്ക്കുന്നത്.